RDX തുടരുന്നു. 4 കൊല്ലമായി ഗവർണർ തടഞ്ഞുവച്ച 10 ബില്ലുകൾ ഒറ്റയടിക്ക് നിയമമാവുക എന്നൊരു അപൂർവത മാത്രമല്ല കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ സംഭവിച്ചത്. ഇന്ത്യൻ നിയമരാഷ്ട്രീയ ചരിത്രത്തിൽ പുതുചരിത്രം എഴുതി ചേർത്ത ദിവസമായിരുന്നു അത്. രാഷ്ട്രപതിയുടെയോ ഗവർണറുടെയോ ഒപ്പില്ലാതെ രാജ്യത്ത് ഇത് ആദ്യമായി ബില്ലുകൾ നിയമമായി. എന്നാൽ ഏപ്രിൽ 8 സുപ്രീം കോടതി വിധിയുടെ പൂർണ്ണരൂപം പുറത്തു വരുമ്പോൾ ആ വിധിന്യായത്തിൻ്റെ വലിപ്പവും വ്യാഖ്യാന സാധ്യതയും വീണ്ടും വലുതാവുകയാണ്. ഗവർണർക്ക് എന്ന പോലെ രാഷ്ട്രപതിക്കും വീറ്റോ അധികാരമില്ല. അതായത് ബില്ലുകളിൽ ഒപ്പിടാതെ അനന്തകാലം നീട്ടിവെക്കാൻ ഗവർണർമാർക്ക് മാത്രമല്ല രാഷ്ട്രപതിക്കും പറ്റില്ലെന്ന് രാഷ്ട്രത്തിൻ്റെ പരമോന്നത നീതിപീഠം വിധിച്ചിരിക്കുന്നു. സുപ്രീം കോടതിയുടെ അമിതാധികാര പ്രയോഗമെന്നാണ് വിധിയെ കേരള ഗവർണറും മുൻ RSS നേതാവുമായ രാജേന്ദ്ര ആർലേക്കർ വിശേഷിപ്പിച്ചത്. ആ ശബ്ദം കേന്ദ്ര സർക്കാരിൻ്റെത് തന്നെയാണ് എന്ന് വ്യക്തമാണ്. കേന്ദ്രവും ജുഡീഷ്യറിയും തമ്മിലുള്ള ഏറ്റുമുട്ടലിന് വഴി തെളിക്കുകയാണോ ചരിത്ര വിധിന്യായം? ഇത്രയും വലിയ ഭരണഘടനാ വ്യാഖ്യാനം നടത്താൻ 2 അംഗ ബെഞ്ചിന് അധികാരമില്ലെന്ന വാദം ഒരു നിയമയുദ്ധത്തിന്റെ തുടക്കമാണോ? കാണാം. ആദ്യം 59 സെക്കൻഡിൽ RDX റാം. ഏപ്രിൽ 8 സുപ്രീം കോടതിയുടെ ചരിത്ര വിധിന്യായത്തിന്റെ പൂർണ്ണരൂപം പുറത്തു വന്നപ്പോഴാണ് ബില്ലുകളിന്മേൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്ക് നിർദ്ദേശിച്ച സമയക്രമവും വ്യക്തമായത്. ഗവർണർ ബില്ലുകൾ അയച്ചുകൊടുത്താൽ രാഷ്ട്രപതി പരമാവധി 3 മാസത്തിനകം തീരുമാനമെടുക്കണം. ഗവർണർക്കെന്ന പോലെ രാഷ്ട്രപതിക്കും ഭരണഘടന വീറ്റോ അധികാരം നൽകുന്നില്ല. കാലതാമസമുണ്ടായാൽ സംസ്ഥാന സർക്കാരുകൾക്ക് സുപ്രീം കോടതിയെ സമീപിക്കാം. ഭരണഘടനാ വ്യവസ്ഥകൾ തിരുത്തുകയല്ല കോടതി ചെയ്യുന്നതെന്ന് തമിഴ്നാട് സർക്കാർ വേഴ്സസ് ഗവർണർ കേസിലെ വിധിയിൽ ജസ്റ്റിസുമാരായ JB പർദിവാല, R മഹാദേവൻ എന്നിവർ എടുത്തു പറയുന്നു. ഭരണഘടനാ പ്രകാരമുള്ള ഏതൊരു അധികാരപ്രയോഗവും കോടതിയുടെ പരിശോധനയ്ക്ക് അതീതമല്ല. ബില്ലുകളിൽ സമയപരിധി നിർദ്ദേശിച്ച് 2016 കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ട മെമ്മോറാണ്ടങ്ങൾ കൂടി പരിഗണിച്ചാണ് വിധിയെന്നും കോടതി പറഞ്ഞു. സുപ്രീം കോടതി നിർദ്ദേശം പാർലമെന്റിന് മേലുള്ള അമിതാധികാര പ്രയോഗമാണെന്ന് കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ വ്യക്തമാക്കി കഴിഞ്ഞു. പുനഃപരിശോധനാ ഹർജി നൽകാനുള്ള തീരുമാനത്തിലാണ് കേന്ദ്ര സർക്കാർ എന്ന റിപ്പോർട്ടുകൾ. തുറന്ന കോടതിയിൽ വാദം കേൾക്കണമെന്ന ആവശ്യവും കേന്ദ്രം മുന്നോട്ട് വെച്ചേക്കും. RDX റാപ്പ് ന്യൂസ് മലയാളം. ഏറ്റവും മുകളിൽ ജനസഭ തന്നെയാണ് എന്ന് ആണ് സുപ്രീം കോടതി വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ബില്ലുകളിൽ സുപ്രീം കോടതി സമയപരിധി നിശ്ചയിച്ചത് രാഷ്ട്രപതിക്കും ബാധകമാണ്. ഗവർണർ അയക്കുന്ന ബില്ലുകളിൽ 3 മാസത്തിനകം തീരുമാനമെടുക്കണം. ഗവർണർക്കെന്ന പോലെ രാഷ്ട്രപതിക്കും വീറ്റോ അധികാരമില്ല. രാഷ്ട്രപതി ബില്ലുകൾ അന്യായമായി തടഞ്ഞുവെക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. രാഷ്ട്രപതി ബില്ല് താമസിപ്പിച്ചാൽ സംസ്ഥാനങ്ങൾക്ക് സുപ്രീം കോടതിയെ സമീപിക്കാം എന്നും വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രപതി ബില്ല് മടക്കി അയക്കുകയാണെങ്കിൽ കാരണം നിയമസഭയോട് വ്യക്തമാക്കണം. ബില്ല് ഭരണഘടനാ പരമാണോ എന്ന് തീരുമാനിക്കേണ്ടത് സുപ്രീം കോടതിയാണ്. 143 അനുച്ഛേദ പ്രകാരം രാഷ്ട്രപതിക്ക് കോടതിയോട് അഭിപ്രായം വേണമെങ്കിൽ ചോദിക്കാം. കേന്ദ്രത്തിന്റെ സമീപനത്തിൽ പക്ഷപാതമോ ദുരുദ്ദേശമോ ഉണ്ടോ എന്ന ആശങ്ക ഒഴിവാകും. കോടതിയുടെ അഭിപ്രായം അവഗണിച്ച് ബില്ല് തള്ളുകയാണെങ്കിൽ കൃത്യമായ കാരണം രേഖപ്പെടുത്തണം. നിയമസാധുത തീരുമാനിക്കുന്നതിൽ കേന്ദ്രം കോടതിയുടെ റോൾ എടുക്കരുത്. ബില്ല് ഗവർണർ രാഷ്ട്രപതിക്ക് വിടുന്നത് നിയമനിർമ്മാണ പ്രക്രിയയുടെ ഭാഗമാണ്. അതിനാൽ നിയമപരവും ഭരണഘടനാപരവുമായ സാധുത കോടതിക്ക് പരിശോധിക്കാം. കോടതി ഭരണഘടനാ വ്യവസ്ഥകൾ തിരുത്തുന്നില്ലെന്ന് ഈ വിധിന്യായത്തിൽ പറയുന്നു. കോടതി ഇടപെടൽ ഭരണഘടനാ നടപടിക്രമത്തിൽ മൗലികമായ മാറ്റമുണ്ടാക്കില്ല. രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി തീരുമാനിക്കുന്നത് കോടതിയുടെ സൗകര്യത്തിനാണ്. തികച്ചും ഒഴിവാക്കാനാകാത്ത സാഹചര്യത്തിൽ ബില്ലിന് അംഗീകാരം ലഭിച്ചതായി കണക്കാക്കാമെന്ന് വിധിക്കും. ബില്ലിൽ രാഷ്ട്രപതി എത്രയും വേഗം തീരുമാനമെടുക്കണമെന്ന വ്യവസ്ഥ പോലും ഭരണഘടനയിലില്ല. ഇതിന് കാരണം രാഷ്ട്രപതി കാര്യക്ഷമമായി പ്രവർത്തിക്കുമെന്ന വിശ്വാസവും പ്രതീക്ഷയുമാണ്. സമയപരിധി പാലിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഗവർണർ മതിയായ കാരണം വ്യക്തമാക്കിയാൽ മതി. പരിഹാരമാർഗമില്ലെന്ന സ്ഥിതി സംസ്ഥാന സർക്കാരുകൾക്ക് മുന്നിൽ ഉണ്ടാകരുത്. 5 വർഷ കാലാവധിയുള്ള സർക്കാരിൻ്റെ നിയമനിർമ്മാണ ശ്രമങ്ങൾ പരാജയപ്പെടുത്തരുത്. ബില്ല് ന്യായമായി പാസ്സാക്കാനായില്ലെങ്കിൽ ജനഹിതം തടസ്സപ്പെടുത്തുന്നതിന് തുല്യമായിരിക്കും അത്. 2016 ഫെബ്രുവരി 2 ആഭ്യന്തര വകുപ്പിൻ്റെ മെമ്മോറാണ്ടം ചൂണ്ടിക്കാട്ടിയാണ് കോടതി കാര്യങ്ങൾ പറയുന്നത്. നിയമസഭ അയക്കുന്ന ബില്ലുകളിൽ 3 മാസത്തിനകം തീരുമാനം വേണമെന്നാണ് നിർദ്ദേശം. വിവിധ വകുപ്പുകൾ 15 ദിവസത്തിനകം അഭിപ്രായം അറിയിക്കണമെന്ന് മെമ്മോറാണ്ടത്തിൽ പറയുന്നു. ഇതുകൂടി കണക്കിലെടുത്താണ് വിധിയെന്ന് ജസ്റ്റിസ് JB പർദിവാലയുടെ ബെഞ്ച് പറയുന്നു. സമയക്രമം വേണമെന്ന് നിർദ്ദേശിച്ച വിവിധ കമ്മീഷനുകളെക്കുറിച്ചും കോടതി സൂചിപ്പിച്ചു. സുപ്രീം കോടതിയുടേത് അമിതാധികാര പ്രയോഗമാണ് എന്നാണ് കേരള ഗവർണർ ആർലേക്കർ പറഞ്ഞത്. വിധി ഭരണഘടനാ ഭേദഗതിക്ക് തുല്യമാണ്. 2 ജഡ്ജിമാരാണോ ഇത് തീരുമാനിക്കുന്നതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഭരണഘടനാ ഭേദഗതി കോടതി നിർവഹിക്കുന്നെങ്കിൽ പാർലമെന്റ് എന്തിനാണെന്നും അദ്ദേഹം ചോദിക്കുന്നു. ഭരണഘടനാ ബെഞ്ചിന് വിടേണ്ടിയിരുന്ന വിഷയമെന്നാണ് രാജേന്ദ്ര ആർലേക്കർ പറയുന്നത്. സുപ്രീം കോടതിയിലെ അടക്കം കേസുകൾ കെട്ടിക്കിടക്കുന്നതിന് പല കാരണങ്ങളില്ലേ എന്നുമാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ജഡ്ജിമാർക്ക് കാരണമുണ്ടെങ്കിൽ ഗവർണർമാർക്കും ഉണ്ടാകുമെന്നാണ്
ആർലേക്കറുടെ വിമർശനം. വിധിയിൽ കേന്ദ്രത്തിന് വിയോജിപ്പുണ്ട്. സുപ്രീം കോടതി വിധിക്കെതിരെ കേന്ദ്ര സർക്കാർ പുനഃപരിശോധനാ ഹർജി നൽകിയേക്കും. രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും ഭരണഘടന പരിരക്ഷയുണ്ട് എന്നതാണ് വാദം. തീരുമാനങ്ങളെക്കുറിച്ച് കോടതിയിൽ മറുപടി നൽകാൻ ബാധ്യതയില്ല. വിഷയം ഭരണഘടനാ ബെഞ്ചിന് വിടണമെന്ന ആവശ്യവും ഉയർത്തിയേക്കാമെന്നതാണ് നമുക്കിപ്പോൾ ഡേറ്റ ഷീറ്റിലുള്ള വിവരങ്ങൾ. സനീഷ്, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം അത് സുപ്രീം കോടതി നേരത്തെ ചൂണ്ടിക്കാട്ടിയതുമാണ്. കാരണം ജനങ്ങൾ തെരഞ്ഞെടുത്ത് വരുന്ന ഒരു സർക്കാർ, ആ സർക്കാർ നടപ്പാക്കുന്ന അത് നിയമനിർമ്മാണ സഭയാണല്ലോ അവിടെ. ആ നിയമനിർമ്മാണ സഭയിൽ ഉണ്ടാക്കുന്ന നിയമങ്ങൾ അത് നിയമമാക്കാൻ, ആ ബില്ലുകൾ നിയമമാക്കാൻ വേണ്ട അധികാരം ഈ ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ട ആളുകൾക്ക് തന്നെയല്ലേ. അവരൊരു വാഗ്ദാനം ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്നു, ഞങ്ങളുടെ ഭരണം ഇങ്ങനെയായിരിക്കും. അതിന് ജനങ്ങൾ വോട്ട് ചെയ്യുന്നു. ആ വോട്ട് ചെയ്തവരെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ 5 വർഷമാണ് ആകെപ്പാടെയുള്ള കാലാവധി. ആ കാലയളവിൽ അവർക്ക് അങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ അതിന് തടയിടുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടോ മറ്റെന്തെങ്കിലും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടോ നേരിട്ട് ഈ ജനാധിപത്യത്തിൽ വേറെ പ്രത്യേകിച്ച് ഈ ജനപ്രതിനിധികളുടെ അത്രയും അധികാരമില്ലാത്ത ഗവർണറും രാഷ്ട്രപതിയും ഇടപെടുന്നതിനെ തടയുക തന്നെയല്ലേ വേണ്ടത്? നിശ്ചയമായിട്ടും അക്കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്തതാണ്. നമ്മൾ രണ്ടുപേരും കഴിഞ്ഞ RDX നമ്മൾ ഇത് വിഷയം വിശദമായിട്ട് എടുത്തപ്പോൾ ഈ നിലപാട് സ്വീകരിച്ചായിരുന്നു. അതായത് ഒരു MLA ക്ക് യഥാർത്ഥത്തിലുള്ള അധികാരം പോലും ഇല്ല ഗവർണർക്ക് എന്ന് ആ ഘട്ടത്തിൽ ഈ ആംഗിളിൽ നോക്കിയാൽ ഞാൻ അത് അന്ന് കൃത്യമായിട്ട് തന്നെ പറഞ്ഞിരുന്നു. അത് കോടതി സൂചിപ്പിച്ചതും അത് തന്നെയാണ്. അതായത് ഒരു MLA, ജനപ്രതിനിധികൾ തെരഞ്ഞെടുക്കപ്പെട്ട് വരുന്ന ജനപ്രതിനിധികൾക്കാണ് ഇക്കാര്യത്തിൽ നിർമ്മാണ സഭയ്ക്കാണ് ഇക്കാര്യത്തിൽ അന്തിമമായിട്ടുള്ള അധികാരമുള്ളതെന്ന് യാതൊരു പഴുതുമില്ലാത്ത വിധം കോടതി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വിമർശിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വിമർശിക്കാൻ ആകപ്പാടെ ബാക്കിയുള്ളൊരു പഴുതിലേക്കാണ് കൃത്യമായിട്ട് നമ്മുടെ ഗവർണർ, മുൻ RSS നേതാവ് ആർലേക്കർ ആ വിമർശനം ഉന്നയിച്ചിരിക്കുന്നതെന്ന് കൃത്യമായി നോക്കിയാൽ കാണും. ആ വിമർശത്തെ പൂർണ്ണമായി തള്ളിക്കളയുക സാധ്യമല്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, എങ്ങനെയാണ് ഈ 3 മാസം എന്ന കാലപരിധി നിശ്ചയിക്കാൻ സുപ്രീം കോടതിക്ക് സാധിക്കുക എന്ന ചോദ്യം നിയമപരമായിട്ട് ഉയർന്നു വരുമ്പോൾ അത് പ്രശ്നമായിരിക്കും. കാരണം നിങ്ങൾക്ക് ദീർഘകാലത്തേക്ക് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയാം. നിങ്ങൾ ഗവർണർമാർ ഇങ്ങോട്ട് അയച്ചു തന്നിരിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുത്ത് ഒപ്പിട്ട് അനുവദിക്കാൻ പറ്റുന്നതാണ് അനുവദിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് വിടണം. അത് ഒരുപാട് കാലത്തേക്ക് നീട്ടാൻ പറ്റില്ല എന്ന് സുപ്രീം കോടതിക്ക് പറയാം. അതുപോലെ രാഷ്ട്രപതിയും ഒരുപാട് കാലം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്ന് സുപ്രീം കോടതിക്ക് പറയാം. അത് നമ്മുടെ ഭരണഘടനയ്ക്ക് എതിരാണ്. നമ്മുടെ നിയമനിർമ്മാണ സഭകളും അതിനകത്ത് അംഗങ്ങളും ചേർന്നുണ്ടാക്കുന്ന നിയമങ്ങൾ ഒപ്പിട്ടയക്കുക എന്ന ഒരു പദവി മാത്രമേ, അധികാരം മാത്രമേ നിങ്ങൾക്കുള്ളൂ എന്ന് രാഷ്ട്രപതിയെയും ഗവർണർമാരെയും ഓർമ്മപ്പെടുത്താം. പക്ഷേ അതിന് 3 മാസമാണ് കാലപരിധി എന്ന് നിങ്ങളെങ്ങനെ നിശ്ചയിക്കും? അത് ഭരണഘടനയ്ക്ക് അകത്ത് പറഞ്ഞിട്ടില്ലാത്തൊരു ക്ലോസാണ്. ആ ക്ലോസിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ അത് പറയാൻ സുപ്രീം കോടതിക്ക് എന്താണ് റൈറ്റ് എന്നത് നിയമപരമായിട്ട് വാലിഡ് ആയിരിക്കുന്ന ഒരു ചോദ്യമായിരിക്കും എന്നാണ് എനിക്ക് അവിടെ വായിച്ചപ്പോൾ തോന്നിയൊരു കാര്യം. അതുകൊണ്ടായിരിക്കണം രാജേന്ദ്ര ആർലേക്കർ കൃത്യമായിട്ട് ആ പോയിന്റ് തന്നെ പറഞ്ഞിരിക്കുന്ന. ആ കാര്യത്തിൽ അദ്ദേഹത്തെ പൂർണ്ണമായിട്ട് തള്ളിക്കളയുക സാധ്യമല്ല. 3 മാസം എന്ന ഒരു സമയപരിധി നിശ്ചയിക്കുകയാണെങ്കിൽ അത് തീരുമാനിക്കേണ്ടത് ഭരണഘടനയിൽ ഇല്ലാത്ത സ്ഥിതിക്ക്, അങ്ങനെ പറഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് അത് തീരുമാനിക്കേണ്ടത് പാർലമെന്റ് അല്ലേ? അതിൻ്റെ അധികാരം നിങ്ങൾ എങ്ങനെയാണ് കോടതി എടുക്കുക? 2 ജഡ്ജിമാർ ചേർന്ന് തീരുമാനിച്ചിട്ട് ഈ 3 മാസ കാലപരിധി ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും കൊടുക്കുന്നത് എങ്ങനെയാണെന്ന ചോദ്യം വാലിഡ് ആണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് തുടർ നിയമ നടപടികളിലേക്ക് പോകുമ്പോൾ അത് ഇതിനകത്ത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടാനുള്ള ഒരു പോയിന്റ് ആയിരിക്കും എന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. ഞാനത് പല സ്ഥലത്തും പല നിയമവിദഗ്ധരുടെയും പോയിന്റുകൾ വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴൊക്കെ രാജേന്ദ്ര ആർലേക്കർ ഈ ഉന്നയിച്ചിരിക്കുന്ന കാര്യം അവിടെ നിൽക്കുമെന്നാണ് എനിക്ക് തോന്നിയത്. ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ ഇതിൽ കക്ഷി ചേരാൻ വേണ്ടി പോകുന്നു, നിയമപരമായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോൾ ആ പോയിന്റ് ആയിരിക്കും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഡിബേറ്റ് ചെയ്യപ്പെടുക. അത് അതിന് കടന്നിട്ട് സുപ്രീം കോടതി എടുത്തൊരു നിലപാടായിപ്പോയില്ലേ എന്ന ആളുകൾ ചോദ്യം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ ഒരു കാര്യം, ഇത് പുതിയ വിഷയമല്ല. ഇതിൻ്റെ ഒരു കാലഗണന എത്ര വേണം, എത്ര കാലപരിധി ഇത് കൈവശം വെക്കാം, ഒപ്പിടാതെ വെക്കാം എന്നുള്ളത് സംബന്ധിച്ചുള്ള ചർച്ച പലയാവർത്തി മുമ്പേ നടന്നു കഴിഞ്ഞിട്ടുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ സർക്കാരിയ കമ്മീഷൻ, ജസ്റ്റിസ് പൂഞ്ചി കമ്മീഷൻ, പിന്നീട് വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഭരണഘടനാ അവലോകന കമ്മീഷൻ, ഇവരെല്ലാവരും ഈ സമയപരിധിയുടെ കാര്യത്തിൽ കൃത്യമായ ഒരു ഇത് പാലിക്കണം എന്നത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. പക്ഷെ അത് നടപ്പാവാതെ ദീർഘം ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ആ കാര്യത്തിൽ ഒരുപക്ഷെ ഒരു തീരുമാനം ഈ വിധിക്ക് അപ്പുറത്തേക്ക് ഇനിയിപ്പോൾ പുനഃപരിശോധനയ്ക്കൊന്നും പോകാൻ സർക്കാർ തീരുമാനിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ വേണമെങ്കിൽ സർക്കാരിന് ഇത് അവഗണിച്ചു വിടാം എന്നുള്ള സാധ്യത കൂടി അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ പോകുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഈ വിധി ഇങ്ങനെ തന്നെ നിലനിൽക്കും. അതല്ലെങ്കിൽ ചിലപ്പോൾ വലിയൊരു നിയമ പോരാട്ടത്തിലേക്ക് തന്നെ ആരാണ് മുകളിൽ എന്നുള്ളത് സംബന്ധിച്ചുള്ള വലിയ തർക്കത്തിലേക്ക്. ഇവിടെ കൗതുകകരമായ കാര്യം, ജനപ്രതിനിധി സഭയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഈ ജനപ്രതിനിധി സഭയ്ക്ക് വേണ്ടി കോടതി നിൽക്കുന്നു എന്നുള്ള കൗതുകകരമായ സാഹചര്യം കൂടി ഇവിടെ ഉണ്ടാവും. അതെ. സുപ്രീം കോടതി വിധിന്യായത്തിനെതിരെ ആദ്യം രംഗത്ത് വന്നത് ആ വിധി വളരെ പെട്ടെന്ന് നേർക്കുനേർ തിരിച്ചടിയായ തമിഴ്നാട് ഗവർണർ RN രവി അല്ല.
അത് കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ആയിരുന്നു. തമിഴ്നാടിൻ്റെ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ ചരിത്രവിധിയെങ്കിലും കേരള സർക്കാരും രാജ്ഭവനും തമ്മിലുള്ള തർക്കങ്ങളെയും വ്യവഹാരങ്ങളെയും ഈ വിധി പ്രത്യക്ഷത്തിൽ ബാധിക്കും. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിക്കണമെന്നത് കേരളവും ഉന്നയിച്ച ആവശ്യമായിരുന്നു. പിണറായി സർക്കാരിനോടുള്ള ഗവർണർ ആർലേക്കറുടെ സോഫ്റ്റ് കോർണർ ഈ വിമർശനത്തോടെ അവസാനിച്ചോ എന്ന് കാത്തിരുന്ന് കാണാം. അതൃപ്തി ആർലേക്കറിൻ്റേത് മാത്രമല്ല, കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ നിലപാടാണെന്നതും വ്യക്തമാണ്. പുനഃപരിശോധനാ ഹർജി നൽകാൻ കേന്ദ്രം ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഫെഡറലിസത്തിൻ്റെയും സുഗമമായ പ്രവർത്തനം ലക്ഷ്യം വെച്ച് സുപ്രീം കോടതി നടത്തിയ ഇടപെടൽ വലിയ വ്യവഹാരങ്ങളിലേക്കും ഭരണഘടനാ തർക്കങ്ങളിലേക്കും നീങ്ങരുത്. അത് ജനാധിപത്യത്തിന് ഭൂഷണമാകില്ല എന്ന് RDX ഭയപ്പെടുന്നു. ഒരിടവേളയിലേക്ക്.